പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ എല്ലാവരെയും ദൈവവചന ധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, ഈ വീഡിയോ കാണുന്നവരൊക്കെ മാക്സിമം മറ്റുള്ളവരിലേക്കും കൂട്ടുകാരിലേക്കും ബന്ധമുള്ള വ്യക്തികളിലേക്കൊന്ന് ഷെയർ ചെയ്ത് കർത്താവിൻ്റെ വിശുദ്ധ വചന പ്രഘോഷണത്തിൽ എല്ലാവരും പങ്കുകാരാകണമേ. നമുക്ക് കർത്താവിൻ്റെ തിരുവചനം നമുക്ക് ധ്യാനിക്കാം. റോമാലേഖനം 13-ാം അധ്യായത്തിൻ്റെ 12-ാം തിരുവചനം ഇപ്രകാരം പറയുന്നു: രാത്രി കഴിയാറായി, പകൽ സമീപിച്ചിരിക്കുന്നു. ആകയാൽ നമുക്ക് അന്ധകാരത്തിൻ്റെ പ്രവൃത്തികൾ പരിത്യജിച്ച് പ്രകാശത്തിൻ്റെ ആയുധങ്ങൾ ധരിക്കാം. വളരെ വ്യക്തമായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. രാത്രി കഴിയാറായി, പകൽ സമീപിച്ചിരിക്കുന്നു. ഇന്നും പലപ്പോഴും പല വ്യക്തികളും ഇന്ന് രാത്രിയിൽ അന്ധകാരത്തിലാണ്. അവർ വെളിച്ചത്തിലേക്ക് വന്നിട്ടില്ല. വെളിച്ചത്തിലേക്ക് വരേണ്ട മക്കൾ ഇന്നും അന്ധകാരത്തിൽ കഴിയുന്നു. ദൈവം മനുഷ്യനോട് വചനത്തിലൂടെ സംസാരിക്കുന്നു. ദൈവം മനുഷ്യനോട് വ്യക്തികളിലൂടെ സംസാരിക്കുന്നുണ്ട്. ഈ സംസാരിക്കുന്നത് കേൾക്കാൻ അവരെ പറ്റുന്നില്ല. കാരണം പലരും അന്ധകാരത്തിലാണ്. അന്ധകാരത്തിൽ നിന്നും ഈ പറയപ്പെട്ട വ്യക്തികൾ പ്രകാശത്തിലേക്ക് കടന്നു വന്നിട്ടില്ല. പ്രിയ സഹോദരങ്ങളെ, മാമോദിസ എന്ന കൂദാശ സ്വീകരിക്കപ്പെട്ട നിമിഷം, മാമോദിസ സ്വീകരിച്ച ഓരോ വ്യക്തിയുടെയും കരങ്ങളിൽ ഒരു മെഴുകുതിരി കത്തിച്ചു കൊടുത്തു. അന്ധകാരത്തിൽ കഴിയുന്ന ആത്മാവിലേക്ക് പ്രകാശമാകുന്ന ദൈവം ഇറങ്ങി വന്ന് ആ പ്രകാശം വന്ന് വാസമുറപ്പിച്ചുവെന്നും ഇനി മരണം വരെയുള്ള കാലഘട്ടങ്ങളിൽ മറ്റുള്ളവർക്ക് പ്രകാശം കൊടുത്ത് പ്രകാശത്തിൻ്റെ പാതയിൽ സഞ്ചരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് തിരുസഭയിലൂടെ മാമോദിസ എന്ന കൂദാശയിലൂടെ ആ മാമോദിസ എന്ന കൂദാശ പരികർമ്മം ചെയ്തപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും കയ്യിൽ ഒരു മെഴുകുതിരി കത്തിച്ചു തന്നത്. ഇന്ന് നാം ഓരോരുത്തരും ഒന്ന് ചിന്തിക്കണമേ, ഞാൻ അന്ധകാരത്തിലാണോ പ്രകാശത്തിലാണോ? ഇന്നും ഞാൻ ഉറക്കത്തിലാണോ? രാത്രി എന്ന് പറയുമ്പോൾ രാത്രിയിലാണല്ലോ ഉറക്കം. പരിശുദ്ധാത്മാവ് പറയുകയാണ്, രാത്രി കഴിയാറായി, നീ ഉറക്കം വിട്ടെന്ന് ഉണര്, ഇതാ പകൽ സമീപിച്ചിരിക്കുന്നു. അപ്പോൾ പകലിൻ്റെ മക്കളായി ജീവിക്കണം. രാത്രിയുടെ മക്കൾ എന്ന് പറയുമ്പോൾ തിന്മയ്ക്കടിമപ്പെട്ട്, ദുസ്വഭാവങ്ങൾക്കടിമപ്പെട്ട്, ദുശ്ശീലങ്ങൾക്കടിമപ്പെട്ട് ജീവിക്കുന്ന വ്യക്തികളാണ് രാത്രിയുടെ മക്കളായിട്ട് കാണുന്നത്. പാപസ്വഭാവങ്ങൾക്കും ദുശ്ശീലങ്ങൾക്കും ദുസ്വഭാവങ്ങൾക്കുമെല്ലാം അടിമപ്പെട്ട് ജീവിക്കുന്നവർ, ആ അടിമത്തത്തിൽ കഴിയുന്ന വ്യക്തികൾ, വെറുപ്പ്, വിദ്വേഷം, വാശി, വൈരാഗ്യം, അഹങ്കാരം പോലെയുള്ള തിന്മകൾക്കടിമപ്പെട്ട് ജീവിക്കുന്നവർ പ്രകാശത്തിലല്ല, അവർ അന്ധകാരത്തിലാണ്. അങ്ങനെയുള്ള ഓരോ മക്കളെയും നോക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവരെ ഓർമ്മിപ്പിക്കുകയാണ്, അവരോട് പറയുകയാണ്, മക്കളെ, രാത്രി കഴിയാറായി, ഇതാ പകൽ സമീപിച്ചിരിക്കുന്നു. പ്രകാശം, നീതിസൂര്യനായ ദൈവം നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്നു, പ്രകാശമായി. അപ്പോൾ ഇനിയും ആ രാത്രിയുടെ പ്രവർത്തനങ്ങളൊക്കെ ഒന്ന് മാറ്റിവെച്ച്, എന്ന് പറഞ്ഞാൽ അന്ധകാരത്തിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ഒന്ന് മാറ്റിവെച്ച് നീ കർത്താവിലേക്കൊന്ന് ചേർന്ന് നിൽക്കുക, കർത്താവിലേക്കൊന്ന് കടന്നു വരിക എന്ന് തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ടാണ് പറയുന്നത്, നമുക്ക് അന്ധകാരത്തിൻ്റെ പ്രവൃത്തികൾ പരിത്യജിച്ച് പ്രകാശത്തിൻ്റെ ആയുധങ്ങൾ ധരിക്കാം. പ്രകാശത്തിൻ്റെ ആയുധം ധരിക്കുന്നവരായി നാം ഓരോരുത്തരും മാറ്റപ്പെടണം. ഇന്ന് പ്രകാശത്തിൻ്റെ ആയുധം ധരിക്കുന്നവരാണോ നമ്മൾ? ഒന്ന് ചിന്തിച്ച് നോക്കുക. എന്താണ് പ്രകാശത്തിൻ്റെ ആയുധം? പ്രകാശത്തിൻ്റെ ആയുധം എന്ന് പറയുന്നത് ദൈവവചനം തന്നെയാണ്. ദൈവം തന്നെയാണ് പ്രകാശത്തിൻ്റെ ആയുധം. എന്നാൽ ദൈവം ഒരു മനുഷ്യനിലേക്ക് കടന്നു വരുമ്പോഴാണ് ആ പ്രകാശം മറ്റുള്ളവർക്ക് നന്മയായി മാറ്റപ്പെടുന്നത്.
ഇരുട്ടിൽ കഴിയുന്ന എന്ന് പറഞ്ഞാൽ തിന്മയിൽ കഴിയുന്ന വ്യക്തികളെ തിന്മയിൽ നിന്നും നന്മയിലേക്ക് തിരികെ കൊണ്ടുവരിക. അതാണ് അന്ധകാരത്തിൽ കഴിയുന്ന മക്കളെ പ്രകാശത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാനായിട്ടുള്ള ഉത്തരവാദിത്വം തിരുസഭയിലുള്ള ഓരോ മക്കളെയും ദൈവം ഭരമേൽപ്പിച്ചിരിക്കുന്നു. അതേതാനും ചില വ്യക്തികൾക്ക് മാത്രമല്ല, തിരുസഭയിലെ അംഗമായി മാറ്റപ്പെട്ട എല്ലാവർക്കുമുള്ളതാണ്. അപ്പോൾ ഇപ്പോഴും ഞാൻ അന്ധകാരത്തിലാണോ പ്രകാശത്തിലാണോ എന്ന് ദൈവത്തിന് മുമ്പിൽ നിന്ന് ആത്മപരിശോധന ചെയ്യണമേ. പ്രകാശത്തിൽ ആകുന്ന വ്യക്തികൾ മറ്റുള്ളവരുടെ നന്മ കാണും, മറ്റുള്ളവരുടെ നന്മ പറയും, മറ്റുള്ളവരെ സ്നേഹിക്കും, അയൽവാസികളെ സ്നേഹിക്കും, അവർക്ക് വേണ്ട നന്മകൾ ചെയ്തു കൊടുക്കും, അവരെ ബഹുമാനിക്കും, അവരോട് ആദരവ് കാണിക്കും, അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ കടപ്പെട്ടവരാണെങ്കിൽ ആ സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യാൻ തുടങ്ങുമ്പോഴേ നമ്മൾ പ്രകാശത്തിൻ്റെ മക്കളായി മാറുകയുള്ളൂ. എന്നാൽ മറ്റുള്ളവരെ പറ്റി ദുഷിച്ച് പറഞ്ഞുകൊണ്ട്, മറ്റുള്ളവരുടെ വളർച്ചയിൽ അസൂയപ്പെട്ടുകൊണ്ട്, അവരെ എങ്ങനെയൊക്കെ തരം താഴ്ത്തണമെന്ന് ചിന്തിച്ചുകൊണ്ട് അവർക്കെതിരെ കുതികാല് വെട്ടുവാൻ അല്ലെ അവരെ നശിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള ചിന്താഗതിയും പ്രവർത്തനവുമായി അതിർത്തിക്കല്ലും മാറ്റിയിട്ട് അതിരും വെട്ടി വകഞ്ഞെടുത്ത് കുറേ സമ്പത്തും വലിച്ചു വാരിക്കൂട്ടി സക്കേവൂസ് ശാപത്തിൻ്റെ മുകളിൽ ഇരുന്നത് പോലെ, മറ്റുള്ളവരുടെ പിടിച്ചു പറിച്ചെടുത്ത സമ്പത്തിൻ്റെ മുകളിൽ ഇരുന്നതിൻ്റെ പേരിലാണ് ശാപത്തിൻ്റെ മുകളിലിരുന്നു എന്ന് പറയുന്നത്. ആ മരം ശാപത്തിൻ്റെ മരം തന്നെയായിരുന്നു, സിക്കമർ മരമല്ല. അവൻ്റെ പ്രവൃത്തി, അവൻ്റെ ജീവിതം. അതിൻ്റെ മുകളിൽ നിന്ന് താഴെ ഇറങ്ങിയപ്പോൾ അവൻ്റെ ജീവിതത്തിലേക്ക് പ്രകാശം കടന്നു വന്നു. മറ്റുള്ളവരുടെ വഞ്ചിച്ചെടുത്തത് തിരികെ കൊടുത്തു കഴിഞ്ഞപ്പോൾ അവൻ്റെ ജീവിതത്തിലേക്ക് പ്രകാശം ഒഴുകി. ഇതുപോലെ പ്രിയ സഹോദരങ്ങളെ, അന്ധകാരത്തിൽ കഴിയുന്ന നമ്മളെ, തിന്മയിൽ കഴിയുന്ന നമുക്ക് ഓരോരുത്തർക്കും പ്രകാശത്തിലേക്ക് കടന്നു വന്ന് മറ്റുള്ളവർക്ക് പ്രകാശമായി മാറാം. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, അവിടുന്ന് ഞങ്ങളോട് അരുളി ചെയ്തുവല്ലോ, രാത്രി കഴിയാറായി, പകൽ സമീപിച്ചിരിക്കുന്നുവെന്ന്. രാത്രിയുടെ പ്രവർത്തനങ്ങൾ, തിന്മ പ്രവർത്തനങ്ങളെല്ലാം ഒന്ന് ഉപേക്ഷിച്ച് മറ്റുള്ളവരെ സ്നേഹിച്ച് മറ്റുള്ളവർക്ക് നന്മ ചെയ്ത് ജീവിക്കുവാനുള്ള കൃപയും അനുഗ്രഹവും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.